ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ ഞാൻ ഇപ്പോഴും കിച്ചനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ എന്ന്. കിച്ചനെ കുറിച്ച് ഒരു 1000 ടോപ്പിക്ക് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ കുറേ നാളായിട്ട് കവർ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കിച്ചൺ കൗണ്ടർ ടോപ്സിനെ കുറിച്ച്. കിച്ചൺ കൗണ്ടർ ടോപ്സിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിച്ചൺ കൗണ്ടർ ടോപ്സ് എന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്തെല്ലാം ടൈപ്പ് ഓഫ് കിച്ചൺ കൗണ്ടർ ടോപ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് എന്തൊക്കെ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ കിട്ടും കേട്ടോ. ഇന്നത്തെ വിഷയം കിച്ചൺ കൗണ്ടർ ടോപ്സിനെ കുറിച്ച് തന്നെയാണ്, പക്ഷെ അത് എങ്ങനെയാണ് ഈ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ ഞാനത് കൺസിഡർ ചെയ്യും. ബിക്കോസ് ഒരു ഹൈലി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു കിച്ചണിന് നല്ല ഇൻസ്റ്റലേഷൻ ഓഫ് ദി കൗണ്ടർ ടോപ്പും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേട്ടോ. അത് വളരെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഫിനിഷും നന്നായിട്ട് വന്നാലേ ആ കിച്ചൺ കുറേ കൂടെ നാള് നന്നായിട്ട് സോളിഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഈ എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് അതുകൊണ്ടാണ് വിചാരിച്ചത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ലെറ്റ്സ് റോൾ. I've been thinking about myself today, thinking how I changed, how I really don't care. കിച്ചൺ കൗണ്ടർ ടോപ്സ് നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് ഒരു കിച്ചന്റെ എന്താ പറയാ ഒരു കോറാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് സീപേജ് എന്തെങ്കിലും വരുവാണെങ്കിൽ അറ്റ് സം പോയിന്റ് ഒരു സീപേജ് വന്നു, അതിൽ നിന്ന് ഒരു ശകലം വെള്ളം സിങ്കിന്റെ സൈഡിൽ കൂടെ തന്നെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആ സൈഡിലുള്ള ക്യാബിനറ്റ് മുഴുവനും നാശമാവും അല്ലേ. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഒരു സീപേജോ അങ്ങനത്തെ ഒരു ഇഷ്യൂസോ ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത്. ചെറിയ ചെറിയ പെസ്റ്റുകളും കോക്രോച്ചസും ഒക്കെ പോയി ഇരിക്കാനുള്ള ക്രിവീസസ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും നമുക്ക് അല്ലേ. അപ്പൊ നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുവാണെങ്കിൽ ആ സ്റ്റോണിന്റെ ലോഞ്ചിറ്റിവിറ്റി, അതായത് അത് ക്രാക്സ് ഒന്നും വരാണ്ടിരിക്കും. അപ്പോൾ ഉള്ളിൽ വാക്യൂം ഫിൽഡ് ആണെങ്കിൽ നമ്മൾ അതിലൊരു ഹെവി ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം വെക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് മൊത്തം ഒടിഞ്ഞു പോകും, ക്രാക്സ് വരും. ആൻഡ് ഈ ക്രാക്സിൽ കൂടെ നിന്ന് നമ്മൾ നാളെ എന്തെങ്കിലും വെള്ളമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ട് വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്യും, ഫംഗസ് ഫോം ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നാളെ വരാം. സോ കൗണ്ടർ ടോപ്സ് നല്ലോണം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. പിന്നെ കൗണ്ടർ ടോപ്സ് നല്ല രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സേഫ്റ്റിക്കും നല്ലതാണ് അല്ലേ. എന്താന്ന് വെച്ചാൽ വളരെ ഷാർപ്പ് പെൻസ് ഉണ്ടാകുക, പിന്നെ അതിന്റെ കർവ്സ് ശരിക്കും കൊടുത്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ മുട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പൊ നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് കൗണ്ടർ ടോപ്സ് നേരെ ചുവ ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കൗണ്ടർ ടോപ്സ് പല രീതിയിൽ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് അത് ഷാംഫറിങ് ചെയ്തെടുക്കാം, അതായത് ഒരു ട്രഡീഷണൽ ടച്ച്, ഒരു വുഡൻ കിച്ചന്റെ കൂടെയൊക്കെ ആണെങ്കിൽ അതിന് മോൾഡ് ചെയ്ത് ഷാംഫർ ചെയ്ത് നീറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ സ്ട്രെയിറ്റ് കട്ട് ഉണ്ട്, ഡബിൾ തിക്നെസ് കാണിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് 45 ഡിഗ്രി ആംഗിളിലോ അല്ലെങ്കിൽ രണ്ട് തമ്മിൽ ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്തിട്ട് ഒരു ഒറ്റ 40 mm തിക്നെസ് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരൊറ്റ തിക്നെസ്, അതായത് 25 mm നല്ല തിക്കായിട്ടുള്ള സ്റ്റോൺ എടുത്തിട്ട് അതൊരു സിംഗിൾ സ്ലാബ് ആയിട്ടും കാണിക്കാൻ പറ്റും. അപ്പൊ പല പല രീതിയിൽ അതിനെ നോസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് ഈ നോസിങ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മുടെ കിച്ചന്റെ സ്റ്റൈൽ എന്താണ്, അത് കണ്ടംപററി ഡിസൈൻ ആണോ അല്ലെങ്കിൽ വളരെ ട്രഡീഷണൽ പാറ്റേണിലാണോ നമ്മൾ കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വളരെ ഒരു മോഡേൺ ലുക്കിംഗ് ആണോ? പിന്നെ കൗണ്ടർ ടോപ്പിന്റെ പ്രത്യേകത എന്താണ്, അതായത് അത് ഗ്രാനൈറ്റ് ആണോ, മാർബിൾ ആണോ, അല്ല ക്വാർട്സ് സ്റ്റോൺ ആണോ? ഇതിന്റെ ഒക്കെ ബേസിസിൽ വേണം ഇതിന്റെ നോസിങ് തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ. പിന്നെ കൗണ്ടർ ടോപ്പിനോടൊപ്പം തന്നെ സ്കേർട്ടിങ്ങും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. അപ്പം ഇതേ കൗണ്ടർ ടോപ്പിനോടൊപ്പം തന്നെ ഒരു 3 to 4 ഇഞ്ചസിന്റെ ഹൈറ്റിൽ സ്കേർട്ടിങ്ങും കൂടി പണിത് വയ്ക്കും. രണ്ട് രീതിയിൽ സ്കേർട്ടിങ് ചെയ്യാം. ഓൾറെഡി ബാക്ക് സ്പ്ലാഷ് ടൈലിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിലായിട്ട് അതിനെ ഓവർലാപ്പ് ചെയ്യാം. പക്ഷെ ബാക്ക് സ്പ്ലാഷ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ നല്ലത് ആദ്യം സ്കേർട്ടിങ് ഫിനിഷ് ചെയ്തിട്ട് അതിന്റെ മേളിൽ ഒരൊറ്റ ലെയർ ആയിട്ട് ബാക്ക് സ്പ്ലാഷ് ചെയ്ത് പോയാൽ നല്ല ക്ലീൻ ലുക്കിംഗ് ആയിരിക്കും. ബേസിക്കലി സ്കേർട്ടിങ് കൊടുക്കുന്നത് ലുക്കിന് വേണ്ടിയല്ല, പ്രധാനമായിട്ടും സീപേജ് ഇങ്ങനെ വെള്ളം അതിൽ അകത്തോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്കേർട്ടിങ് കൊടുക്കുന്നത്. ബേസിക്കലി കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതെന്തൊക്കെയാണ്? ഫസ്റ്റ്, ഈ നമ്മൾ ഏത് ഇതിപ്പോൾ ഗ്രാനൈറ്റ് ആകട്ടെ ക്വാർട്സ് സ്റ്റോൺ ആവട്ടെ, ഏത് സ്റ്റോൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാലും അതിൻ്റെ കീഴിൽ ഒരു പ്ലൈ ബോർഡിന്റെ വാട്ടർ പ്രൂഫ് പ്ലൈ ബോർഡിന്റെ ഒരു ലെയർ കൊടുക്കണം. അപ്പൊ അത് കൊടുത്തിട്ട് അതിന്റെ പുറത്ത് നിങ്ങൾ എറൽഡൈറ്റോ അല്ല ഗ്ലൂ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ട് നീറ്റായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് സാൻഡ്വിച്ച് ചെയ്യുക.
അങ്ങനെ നമ്മൾ നീറ്റായിട്ട് അത് ചെയ്തില്ല, അതിൽ കുറേ വാക്യൂം ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ ലേറ്റർ ഓൺ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ ചായയൊക്കെ ഇഞ്ചിയൊക്കെ ഇടിക്കുന്ന നമുക്ക് സ്വഭാവം ഉണ്ടല്ലോ, അപ്പം അതും ഒക്കെ നമുക്ക് പ്രശ്നമാവും നാളെ. ഈ വാക്യൂം ഉള്ള സ്ഥലത്താണ് നമ്മൾ അഥവാ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി. അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ സംഭവം ഞാൻ പറയുന്നത്. രണ്ടാമത്തത്, ഇപ്പം പല ടൈപ്പ് സ്റ്റോൺസ് യൂസ് ചെയ്യും അല്ലേ. ചില ഗ്രാനൈറ്റ്സ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും, ചില ക്വാർട്സ് സ്റ്റോൺ ഒക്കെ വളരെയധികം വില കൂടിയതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനറിൻ്റെ അടുക്കയോ കാർപ്പൻറ്ററിൻ്റെ അടുത്ത് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറയാം. ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പോലത്തെ ഒരു തിക്ക് ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു 4mm പ്ലൈയോ MDF ബോർഡിലോ നിങ്ങൾ ആദ്യമേ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത്, ഇത് എത്ര പീസസ് ആയിരിക്കും ഗ്രാനൈറ്റ്, എവിടെ ഏതൊക്കെ പീസസ് വരും എന്നുള്ളതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. അപ്പം ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് അപ്പോൾ എവിടെയൊക്കെ കട്ടൗട്ട് വരും സിങ്കിന്, ഇതൊക്കെ അപ്പം നമുക്ക് അതിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് തന്നെ നമുക്ക് വെച്ച് നോക്കാൻ പറ്റും. എന്നിട്ട് ഇതേ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഗ്രാനൈറ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, ഈ സ്ലാബ് തമ്മിൽ ജോയിൻസ് വരുമല്ലോ. ഒരൊറ്റ സ്ലാബ് നീളമുള്ളത് കിട്ടത്തില്ലല്ലോ, 8 അടി 10 അടി അതിനപ്പുറം കിട്ടില്ല നമുക്ക്. അപ്പം എവിടെയാണോ ജോയിൻസ് വരുന്നതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അത് അവർക്കറിയാലോ എന്ന് പറഞ്ഞ് നമ്മൾ വിടരുത്, നമ്മളും കൂടി ഒന്ന് സ്ക്രൂട്ടിനി ചെയ്യണം. ബിക്കോസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ജോയിൻസ് ചിലപ്പം സിങ്കിന്റെ അവിടെ ആയിരിക്കും, സിങ്കിന്റെ നടുക്കായിരിക്കും ഈ ജോയിന്റ് വരുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. അതേപോലെ ഹോബിന്റെ അവിടെയും ഈ ജോയിന്റ് ഞാൻ കാണാറുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ സിങ്കും ഹോബിന്റെ അവിടെ എന്തായാലും ഒരു കട്ടൗട്ട് നമ്മൾ ചെയ്യണം. ഈ സിങ്ക് അവിടെ അതിൽ എത്തിക്കാനും പിന്നെ ഹോബിന്റെ അവിടെയും അതിന് പ്ലേസ് ചെയ്യാൻ, ഇൻബിൽറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് അവിടെ എന്തായാലും നമ്മളൊരു കട്ടൗട്ട് ചെയ്യും. ഈ കട്ടൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ജോയിന്റ് ഉണ്ടല്ലോ, അത് സ്ലോലി നമുക്ക് അതിന്റെ ചൂടും ഇതും ഒക്കെ തട്ടി അത് അവിടെ വെച്ച് അത് കുറെ കൂടെ ഗ്യാപ്സ് വരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി സിങ്കും ഹോബിന്റെ അവിടെയും ജോയിൻസ് വരാനേ പാടില്ല. ബാക്കി ഏതെങ്കിലും ഒരു അത്രയ്ക്ക് വിസിബിൾ അല്ലാത്ത സ്ഥലത്ത് ജോയിൻസ് വന്നാൽ വലിയ കുഴപ്പമില്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നാലാമത്തത്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കട്ടൗട്ട്സും ആദ്യമേ പ്ലാൻ ചെയ്ത് അതിന്റെ സൈസസ് മെഷർമെന്റ്, അതായത് കട്ടിങ് മെഷർമെന്റ് വേറെ ആയിരിക്കും, അതിന്റെ ആക്ച്വൽ ഹോബിന്റെയും സിങ്കിന്റെയും സൈസും വേറെ ആയിരിക്കും അല്ലേ. അപ്പം അതൊക്കെ ആദ്യമേ അതിന്റെ കട്ടിങ് മെഷർമെന്റ്സ് എല്ലാം ഡബിൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈനർ ഓൾറെഡി അതെല്ലാം ഡബിൾ ചെക്ക് ചെയ്ത് വെച്ചൊരു സാധനമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് റിവ്യൂവിന് അയക്കുന്ന സമയത്ത് നിങ്ങളും കൂടി അത് ശ്രദ്ധിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് 100% അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇൻബിൽറ്റ് ഹോബ് ആയിരിക്കാം, സിങ്ക് ആയിരിക്കാം, നേരെ ഗ്രാനൈറ്റിലോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസറ്റിന്റെ ഹോള് വരുന്നെങ്കിൽ അത്, വാട്ടർ പ്യൂരിഫയറിന് ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഹോൾ ഇടണം എന്നുണ്ടെങ്കിൽ, അണ്ടർ സിങ്ക് വാട്ടർ പ്യൂരിഫയറിന് സെപ്പറേറ്റ് ഹോൾ ഇടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കട്ടൗട്ടിന്റെ മെഷർമെന്റ്സ് ഇതെല്ലാം നിങ്ങൾ എഴുതി നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ, ആൻഡ് അത് ഈ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കിച്ചന്റെ മതില് പണിതോണ്ടിരിക്കുന്ന ടൈമിൽ കിച്ചന്റെ മതിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സ്പോട്ടിൽ ഡബിൾ ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്താണെന്നറിയോ, വർക്ക്മാൻഷിപ്പ്. എന്തൊക്കെ വന്നാലും എത്രയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്താലും നല്ലൊരു ടീമിൻ്റെ അടുക്ക നമ്മൾ ഇൻസ്റ്റലേഷനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരവരുടെ പണി നന്നായിട്ട് ചെയ്തു പോകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്താൽ മതി. നേരെ മറിച്ച് ഇൻസ്റ്റലേഷൻ ടീം നല്ല ആൾക്കാരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. സോ ഇത് ഏറ്റവും ലാസ്റ്റിൽ ഞാൻ പറയുന്നു, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ അവർ ചെയ്ത പണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കുക, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കൊടുക്കുക. സോ എനിക്ക് ഉറപ്പുണ്ട് ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരുന്നിരിക്കുന്നു. പ്ലീസ് സപ്പോർട്ട്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യണം കേട്ടോ. ആൻഡ് പ്ലീസ് സജസ്റ്റ് മോർ ടോപ്പിക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് ഇന്റീരിയേഴ്സിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതി അറിയിക്കണം. ഐ വുഡ് ബി മോർ ദൻ ഹാപ്പി ടു ഹെൽപ്പ് യു. സീ യു ടിൽ ദെൻ, ബൈ.